താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് 17-ാം ബ്ലോക്കിലെ അംഗൻവാടിക്ക് നേരെ വീണ്ടും കാട്ടാന ആക്രമണം. കെട്ടിടത്തിന് ചുറ്റുമുള്ള സോളാർ വൈദ്യുതി വേലി തകർത്ത് അകത്തുകയറിയ ആനക്കൂട്ടം കെട്ടിടത്തിന് മുകളിലേക്ക് പന മറച്ചിടുകയായിരുന്നു. മുമ്പും തകർത്ത ഈ അംഗൻവാടി അയ്യമ്പുഴ പഞ്ചായത്തും പ്ലാന്റേഷൻ കോർപ്പറേഷനും ചേർന്ന് പുതുക്കിപ്പണിത് സംരക്ഷണം ഒരുക്കിയതാണെങ്കിലും വീണ്ടും ആക്രമിക്കപ്പെടുകയായിരുന്നു. അതിരപ്പള്ളി ഭാഗത്ത് നിന്ന് പ്രത്യേക ഡ്രൈവിലൂടെ തുരത്തുന്ന കാട്ടാനകൾ പ്ലാന്റേഷൻ മേഖലയിൽ തമ്പടിക്കുന്നത് തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ജീവന് കനത്ത ഭീഷണിയാകുന്നുണ്ട്. പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഇത്രയും വലിയ പ്രദേശത്ത് ആനകളെ നിയന്ത്രിക്കാൻ 3 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും 3 RRT വാച്ചർമാരും അടങ്ങുന്ന 6-അംഗ സംഘം മാത്രമാണുള്ളത്. ഇത് ഏഴാറ്റുമുഖം റേഞ്ചിലെ വനപാലകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഇതിനു പുറമെ ആനകളെ കാണാനെത്തുന്ന വിനോദസഞ്ചാരികൾ കാട്ടാനകളെ പ്രകോപിപ്പിക്കുന്നതും വനപാലകരോട് തർക്കിക്കുന്നതും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു. മേഖലയിൽ കൂടുതൽ വനപാലകരെ നിയമിക്കണമെന്നും ആനശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ അടിയന്തര ആവശ്യം. പിന്നെ ആനയ്ക്ക് ഇറങ്ങി പോകാനുള്ള ചാലുകള് എല്ലാ ചാലും അടച്ചു. പിന്നെ വെള്ളം കുടിക്കുന്ന എവിടെ നിന്ന് ആന? അപ്പൊ ആന നേരെ നാട്ടിലേക്ക് ഇറങ്ങുന്ന തോടും തുറയും വീടുകളും തപ്പി ആന വന്നു. സത്യത്തിൽ നിലവിലിപ്പോ ഈ കിടക്കുന്ന 1500 ഏക്കർ സ്ഥലത്ത് ഇതിനകത്ത് ഒറ്റ ആനയില്ല. ആന മുഴുവൻ നാട്ടുകാരുടെ പറമ്പിലുണ്ട്. അപ്പോ ഈ ആനേന ഈ വാച്ചർമാരും ഈ ഉദ്യോഗസ്ഥരെല്ലാരും നിന്ന് ഓടിച്ചാലും ആന ഒരിടത്തേക്കും പോവില്ല. അപ്പൊ ഈ പറമ്പിൽ നിന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് മാറി നിൽക്കത്തേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ പ്രശ്നം.